ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ എപ്പിസോഡിൽ കാണിക്കാതെ മുക്കിയ ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. അതായത് ഇന്നലെ നമ്മൾ ലൈവിലെല്ലാം കണ്ട് വളരെ നല്ല രീതിയിൽ ചർച്ച ചെയ്തു പോയ ഒരു കാര്യമാണ് അനുമോളും അക്ബറും തമ്മിലുള്ള ഫൈറ്റ്. ആ ഫൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഇന്നലത്തെ ലൈവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു ആ ഫൈറ്റ്. ഏകദേശം ഒരു അരമണിക്കൂറോളം നീണ്ടു നിന്ന ഫൈറ്റിൽ അനുമോള് നമ്മളുടെ അക്ബറിൻ്റെ വാ അടപ്പിച്ച ഒരു ഫൈറ്റായിരുന്നു അത്. പല തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അക്ബറിനെ കളിയാക്കി ഇരുത്തി കളഞ്ഞു അനുമോള്. നല്ല രസകരമായ രീതിയിലുള്ള ഫൈറ്റായിരുന്നു. എന്നാൽ ആ ഫൈറ്റ് എന്തുകൊണ്ട് എപ്പിസോഡിൽ കാണിച്ചില്ല എന്നുള്ളതാണ്. അതിനെനിക്ക് തോന്നുന്ന കാര്യം, എപ്പിസോഡിൽ കാണിക്കാത്തത് അതിൻ്റെ അകത്ത് അനുമോള് പലതവണ പറയുന്നുണ്ട്, എനിക്ക് ഓൾറെഡി ഫെയിമുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് തന്നാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, അപ്പോൾ ഞാൻ കണ്ടൻറ്റ് കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആ വഴക്കിൽ ഇങ്ങനെ ആവർത്തിച്ച് അനുമോള് പറയുന്നത് കൊണ്ട് പണത്തിൻ്റെ കണക്കും കണ്ടൻറ്റിൻ്റെ കണക്കും ഫെയിമിൻ്റെ കണക്കും ഒന്നും പ്രേക്ഷകർ കേൾക്കണ്ട എന്ന് ബിഗ് ബോസ് ടീം വിചാരിച്ച് കാണും. അതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു വഴക്ക്, ഇവർക്കിടയിൽ നടന്നൊരു വഴക്ക് കട്ട് ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വഴക്കിൽ അക്ബർ പറയുന്നുണ്ട്, നീ മനഃപൂർവ്വം ക്യാരറ്റ് മോഷ്ടിച്ചത് നിന്നെ നമ്മൾ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനല്ലേ, അങ്ങനെ ജയിലിൽ പോയി കിടന്ന് അവിടെ കണ്ടൻറ് ഉണ്ടാക്കാനല്ലേ നീ ഇപ്പോൾ ഈ ക്യാരറ്റ് മോഷ്ടിച്ചതെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അതിന് ശക്തമായ മറുപടി പറയുന്നുണ്ട്, ഞാനിവിടെ വന്നത് കണ്ടൻറ് ഉണ്ടാക്കാൻ തന്നെയാണ്, ഞാൻ പണം വാങ്ങി എന്നെ ഇവിടെ കൊണ്ടുവന്നത് അതിനു വേണ്ടി തന്നെയാണ്, അല്ലാതെ നിന്നെപ്പോലെ ഒരു കാപ്പി എടുത്തുകൊണ്ട് അവിടെ ആ ഊഞ്ഞാലിൽ പോയിരുന്ന് ആടാനല്ല ഞാൻ അവിടെ വന്നത്. നീ ഇരുന്നിരുന്ന് നീ പുഴുക്കുമല്ലോടാ, നീ അല്ലെങ്കിൽ നീ അവിടെ പോയി അടുക്കളയിൽ പോയി കുറച്ച് ചൂട് പിടിക്കട്ടെ, നിന്റെ ദേഹത്തെ പിത്തമൊക്കെ ഇളവട്ടെന്നൊക്കെ പറഞ്ഞ് അനുമോള് നമ്മുടെ അക്ബറിനെ ഒരുപാട് ഇട്ട് വാരുന്നുണ്ട്. അപ്പാനി ശരത്തിനെ പുറത്താക്കിയ നീയാണ്, എൻ്റെ ഒരു കൂട്ടുകാരി ശൈത്യയെയും നീ വിഷം കുത്തിവെച്ച് ഇവിടുന്ന് പുറത്താക്കിയെന്നൊക്കെ നമ്മുടെ അനുമോള് പറയുന്നുണ്ട്. എന്തായാലും അക്ബറിനെ നല്ല രീതിയിലിട്ട് വാരിയിട്ടുണ്ട് അനുമോൾ. ആ ഭാഗം ഒരു പക്ഷേ എപ്പിസോഡ് കാണിച്ചിരുന്നുവെങ്കിൽ അനുമോൾക്ക് ഇപ്പോഴുള്ള ഫാൻസ് കുറച്ചും കൂടി കൂടിയിരുന്നേ എന്ന് തോന്നി. അല്ലാതെ മനഃപൂർവ്വം ബിഗ് ബോസ് അക്ബറിനെ കൊച്ചാക്കുന്നത് കൊണ്ട് ആ ഭാഗം കാണിക്കാത്തതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അനുമോള് ഫെയിമിൻ്റെ കാര്യവും പണത്തിൻ്റെ കാര്യവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറഞ്ഞതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് എപ്പിസോഡിൽ കാണിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.